നമസ്കാരം. കേരളത്തിൽ അടുത്ത പ്രതിഷേധ ജാഥ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ 2018 ഇതുപോലെ ഒരു പ്രതിഷേധ ജാഥ നമ്മൾ കണ്ടത്. അതിനന്ന് അവർ ഓമനപ്പേരിട്ട് വിളിച്ചു നാമജപ പ്രതിഷേധ യാത്ര. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങൾ അംഗീകരിക്കുന്നു, അതായത് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശനത്തിന്റെ വിധി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് സംസ്ഥാന സർക്കാരിന്റെ വായിൽ നിന്ന് വീണതോടുകൂടി ഇവിടെ അതുവരെ സൈലന്റായി കിടക്കുകയായിരുന്ന, അല്ലെങ്കിൽ അതുവരെ യാതൊരു പ്രതിഷേധത്തിനും പോകാതിരുന്ന ഒരു വിഭാഗം ആളുകൾ പെട്ടെന്ന് NSS എന്ന് പറയുന്ന സംഘടന പെട്ടെന്ന് ഊർജ്ജസ്വലമായി വരികയും അങ്ങനെയാണ് കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ ഒരു പറ്റം ആളുകളെ കൂട്ടിക്കൊണ്ട് NSSന്റെ കുറേയധികം ഭാരവാഹികളും അതോടൊപ്പം പ്രവർത്തകരും എല്ലാവരെയും നടു റോഡിൽ ഇറക്കി കയ്യിൽ തിരുനാളങ്ങളുമായി നാമജപ പ്രതിഷേധ യാത്ര. നാമം നമ്മൾ പ്രതിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല, അത് ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നാമജപം എന്ന് പറഞ്ഞാൽ. ഇതിനെ പ്രതിഷേധവൽക്കരിച്ചുകൊണ്ട് സ്വാമിയെ ശരണോ അയ്യപ്പ എന്ന് പറയുന്ന ഒരു ശരണം വിളിയെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അത് എന്തോ ഒരു മോശപ്പെട്ട സാധനമാണ്, മോശപ്പെട്ട വചനമാണ് എന്നുള്ള നിലയിൽ കേരളം ഒട്ടുക്ക് അക്രമത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറിയ കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. NSS തുടങ്ങി വെച്ച ആ നാമജപ പ്രതിഷേധം അല്ലെങ്കിൽ നാമജപ പ്രതിഷേധ യാത്ര പിന്നീട് ഇതൊരു സുവർണാവസരമാണ് എന്ന് കണ്ട് BJP അതിനെ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതായത് RSS സംഘപരിവാർ സംഘടനകൾ അതിനെ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ ചുവ കലർത്തിക്കൊണ്ട് അവതരിപ്പിച്ച് കേരളത്തെ, നമ്മൾ മറന്നു പോകരുത്, കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റി. കേരളത്തെ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വൈശിഷ്ട്യം എന്നെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്ന ശബരിമലയെ പോലും അതിൻ്റെ പവിത്രതയെ പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു നാമജപ പ്രതിഷേധ യാത്ര നീണ്ടുപോയി. അപ്പോൾ അതിന് സമാനമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോട് അടുക്കുന്നു. ഈ ഒരു മാസത്തോട് അടുക്കുമ്പോഴാണ് ശരിക്കും NSSകാർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. മറ്റൊന്നുമല്ല, NSS എന്ന് പറയുന്ന സംഘടന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇവരിലെ NSSലെ ഒരു വലിയ വിഭാഗം വലിയ എതിർപ്പിലേക്ക് പോയി. അങ്ങനെ ആലുവ NSS കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജാഥ സംഘടിപ്പിക്കുകയാണ്. ആ ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് ഒടുവിൽ തെരുവിൽ അല്ലെങ്കിൽ നടു റോഡിൽ NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ ഫോട്ടോ വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തി ഇവര് പിരിഞ്ഞു പോവുകയും ചെയ്തു. പോലീസ് അതിൻ്റെ ഇടയിൽ ഇടപെട്ടു. ഉടനെ ആ പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു നിലയിലേക്കെത്തി. ആകെ അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 20 പേർ. 20 പേർ മാത്രം അടങ്ങുന്ന ഒരു സംഘം. അതായത് നമുക്കറിയാം, ഇതിനു മുമ്പ് NSSൽ, അതായത് ഈ സുകുമാരൻ നായരുടെ ഇത്തരത്തിലുള്ള സമീപനം, അതായത് ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ടും ആഗോള അയ്യപ്പ സംഗമത്തെ വാഴ്ത്തിപ്പാടിയതുകൊണ്ടും അതിനെ അദ്ദേഹത്തെ കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ട് കേരളം ഒട്ടുക്ക് പോസ്റ്റർ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ പറയുന്ന പോലെ ചിലർ അതിൽ നിന്ന് സംഘടനയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലും കേരളത്തിലുണ്ടായി. മന്നത്ത് പത്മനാഭൻ അന്ന് പറഞ്ഞിരുന്ന ചില വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അതായത് ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിൽ നിന്ന് തന്നെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒഴിവാക്കുന്നതാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് മന്നത്ത് പത്മനാഭൻ അന്ന് പറഞ്ഞിരുന്ന ആ വാചകങ്ങൾ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ടാണ്. കാര്യം ഇവിടെ ഉണ്ടായ വിമോചന സമരങ്ങളിലെല്ലാം NSSന്റെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. NSSും ഇവിടുത്തെ സഭക്കാരും എല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ അന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് വിമോചന സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണോ ഇനി വരാൻ പോകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നിലയിലേക്കാണ് സുകുമാരക്കുറുപ്പിനെതിരായിട്ട് അദ്ദേഹത്തെ കട്ടപ്പയായിട്ട് വിശേഷിപ്പിച്ചത്. അതായത് സമുദായത്തെ, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ ഒരാളായി NS സുകുമാരൻ നായരെ കാണുന്നു. ഇവിടെ ഈ ഒരു സമരത്തിന്റെ പിന്നിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാവശ്യം എന്ന് നമുക്ക് കാണാം. എന്നാൽ കുറച്ചുകൂടെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് പോയാൽ NSS അല്ലെങ്കിൽ നായർ സമുദായത്തിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയ ഒരു മന്ത്രിസഭ മുൻപുണ്ടായിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നായന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ എണ്ണം മറ്റ് UDF ഇരിക്കുന്ന കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട്. അതായത് CPMന്റെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. ഇനി അതോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരു KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നടക്കുന്ന തർക്കങ്ങൾ, അതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്ന UDFൽ നടന്നുകൊണ്ടിരുന്ന തർക്കങ്ങൾ. അപ്പൊ ഇങ്ങനെ തർക്കത്തിന് പിന്നാലെ തർക്കങ്ങളായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു UDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ ഇനി എത്ര കണ്ട് NSSനെ പോലെയുള്ള ഒരു സാമുദായിക സംഘടനയ്ക്ക് പിന്തുണയ്ക്കാൻ കഴിയും?
അല്ലെ അങ്ങനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഇനി നാളെ NSSന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇപ്പൊ NSSന്റെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ എന്താണെന്നറിയാം. രമേശ് ചെന്നിത്തലയെ ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ NSSുമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധമൊന്നും KC വേണുഗോപാലിനും മറ്റാർക്കും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് പോലും പ്രാധാന്യം കിട്ടാത്ത ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം NSS ഏത് തരത്തിൽ വേണം പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഇപ്പൊ വീണ്ടും നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബാനർ പിടിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ യാത്ര. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ യാത്രയുടെ NSS മോചന യാത്ര എന്നാണ് അവർ ആ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത്. NSSനെ മോചിപ്പിക്കുക, അവരുടെ കയ്യിൽ നിന്ന്, സുകുമാരൻ നായരിൽ നിന്ന് NSSനെ മോചിപ്പിച്ച് NSSനെ വൈശിഷ്ടീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ്. ഇനി ഇതിന്റെ പിന്നാലെ UDF ഇതിനെ ഏറ്റെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ RSS ഏറ്റെടുക്കും. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറ്റിയൊരു സാഹചര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ പിന്തുണയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടി, മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ശബരിമല അമ്പലത്തെ കൊള്ള ചെയ്തു. ഇത് സർക്കാരിന്റെ തലയിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ NSS അടക്കമുള്ള UDF അടക്കമുള്ള, NSSനെ പൂർണ്ണമായി പറയാൻ കഴിയില്ല, UDF അടക്കമുള്ള നേതൃത്വം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സർക്കാരിന്റെ തലയിൽ ചാരണം. ഇപ്പൊ നിലവിലിരിക്കുന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ തലയിൽ ചാരണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലയിൽ ചാരണം, സംസ്ഥാന സർക്കാരിനെ കുറ്റക്കാരാക്കണം. ഇതിന്റെ എല്ലാം ആകെപ്പാടെ 2 കിലോ സ്വർണ്ണമാണ് പോറ്റി മോട്ടിച്ചത്, അല്ലെ 4 കിലോ സ്വർണ്ണമാണ് പോറ്റി മോഷ്ടിച്ചെന്ന് വെച്ചോളൂ. അപ്പൊ ഈ 4 കിലോ സ്വർണ്ണത്തിനകത്ത് നിന്ന് മന്ത്രിമാർക്കൊക്കെ വിധിച്ചു കൊടുത്താൽ എത്ര ഉണ്ടാവും? അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് മന്ത്രിമാർക്ക് ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെ മന്ത്രിമാർക്ക് അറിയില്ലേ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു വസ്തു മോഷ്ടിച്ചു കഴിയുമ്പോൾ ഇതിന് നാളെ പിടുത്തം വീഴും എന്നുള്ളതിനെ കുറിച്ചും, ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷമായി ബാധിക്കുന്ന ഒന്നാണെന്ന് ചിന്തിക്കാനുള്ള ബോധം എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാരിന് ഇല്ലാതെ പോയത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലില്ലേ? അപ്പോൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ക്രയവിക്രയമാണ് ഇത് എന്നുള്ള കാര്യം അറിയാം. അപ്പോഴും ഇവരുപയോഗിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന വളരെ വൈശിഷ്ട്യമുള്ള, ഹിന്ദുക്കളെല്ലാവരും തന്നെ വളരെ പവിത്രതയോടുകൂടി കാണുന്ന ഒരു നാമത്തെ, അല്ലാന്നുണ്ടെങ്കിൽ ശരണമിളിയെ ഇത്രയും തെരുവിൽ വലിച്ചിഴക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ NSS അതിനെ നേരത്തെ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ പ്രതിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വാക്യമാണോ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വരുന്ന BJPയുടെ എല്ലാ നേതാക്കന്മാരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവരെല്ലാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അവരുടെ പ്രസംഗം ആരംഭിക്കുന്നത്. അതായത് ഉത്തരേന്ത്യയിൽ ജയ് ശ്രീറാം പറയുന്നത് പോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാമി ശരണം, അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയണം എന്നുള്ളത് അവരുടെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ NSSനകത്തൊരു വലിയ തർക്കം ഉണ്ടാക്കുകയും UDFനോടൊപ്പം നിന്നില്ലെങ്കിൽ NSSനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൈവിടും എന്നുള്ളൊരു സൂചന എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.